ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാത്തതുകൊണ്ട് കുറച്ച് മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എന്താ ഇത്ര വീഡിയോ ഇടാഞ്ഞ് എന്നുള്ളത്. ശരിക്കും ഞാൻ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ ചെറുതായിട്ട് മടിയും പിന്നെ കുറച്ച് തിരക്കുകൾ കാരണമാണ് വീഡിയോ ഇടാഞ്ഞ കേട്ടോ. അപ്പോൾ എന്താ തിരക്ക് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഒരു ദിവസം വീഡിയോ ഇട്ടിരിക്കുന്നുണ്ടല്ലോ, അന്ന് വീഡിയോ എടുത്തില്ല എന്നാണെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഡേ വീഡിയോ എടുക്കാനും മടിയാവും, പിന്നെ അങ്ങനെ വീഡിയോ ഡിലേ ആവും കേട്ടോ. അപ്പോൾ അതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്നലെ വീഡിയോ ഇടാത്തത് മിനിയാന്ന് വീഡിയോ എടുക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റിട്ട് ഇന്ന് എന്തായാലും വീഡിയോ ഇടണമെന്ന് വിചാരിച്ച് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ഞാൻ മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. അതിൻ്റെ തലേ ദിവസം നമ്മൾ കോഴിക്കോടൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കോണ്ടൻ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും ഒരു കോണ്ടൻറ്റ് വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്ത് ഇറങ്ങിയിട്ട് രാവിലത്തെ ഒരു തണുത്ത വെളുപ്പാൻ കാലത്ത് എന്നൊക്കെ പറയാമല്ലോ, തണുപ്പൊന്നുമില്ല എന്നാലും രാവിലത്തെ നമ്മുടെ വീട്ടിലെ വ്യൂ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മളെപ്പോഴും വീഡിയോസ് എടുക്കുന്നത് കിച്ചണിലെ വീഡിയോസും വ്യൂസൊക്കെ നിങ്ങൾ കാണാം. അപ്പോൾ പിന്നെ ഹോം ടൂർ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം എനിക്കിപ്പോഴും എൻ്റെ മൈൻഡ് അങ്ങനെ സെറ്റായിട്ടില്ല ഹോം ടൂർ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ചെയ്യണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. എന്തായാലും നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടല്ലോ, മീൻസ് വീടിൻ്റെ ഓരോ ഭാഗങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം ഇൻഷാ അല്ലാ ഹോം ടൂർ കേട്ടോ. മീൻസ് നമ്മൾക്ക് ചെയ്യണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഇപ്പോഴും. ഒരു സംതൃപ്തി വരുന്നില്ല വീഡിയോ ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാ കുറേ ആൾക്കാർക്ക് കുറേ ഡൗട്ട്സ് ഉണ്ട്, വീഡിയോ പണി നടക്കുന്നവരൊക്കെ ഉണ്ട് എനിക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ കുറേ കാര്യങ്ങൾ അറിയാനുണ്ട് എന്നൊക്കെ എനിക്കറിയാം. എന്നാലും ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ചെയ്തു തരാം ഇൻഷാ അല്ലാ. ഇപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഈ മരങ്ങളുടെ പേരുകളൊക്കെ കുറേ ചോദിച്ചിട്ടുണ്ട്. മരങ്ങളല്ല, ചെടികൾ, മീൻസ് നമ്മുടെ വീട്ടിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഇതില്ലേ, എന്താ പറയുക, ഞാവൽ വെച്ചിട്ടുണ്ട്, പിന്നെ പ്ലാവുണ്ട്. അതായത് അതിനെന്തോ ഒരു പേര് പറയലുണ്ടല്ലോ, പെട്ടെന്ന് വോയിസ് കൊടുക്കുമ്പോൾ ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. അതുപോലെ റംബൂട്ടാനുണ്ട്, അതായത് അധികം ഹൈറ്റ് പോവാത്ത ഫ്രൂട്ട് പ്ലാന്റ്സ് ഇല്ലേ, അതിനൊരു പേരുണ്ട്. ആ പേര് ഇപ്പം കിട്ടുന്നില്ല, ഇനിയിപ്പോൾ ആരോടും ചോദിക്കാനും വയ്യ. എന്തായാലും നമ്മുടെ വീഡിയോസിൽ കാണുമ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ താഴെ കമൻസിൽ പറയും കേട്ടോ. അപ്പം ഇപ്പോഴത്തെ ചെടികളൊക്കെ ഹൈറ്റിൽ പോവാത്ത ചെടികളാണല്ലോ. നമുക്കിവിടെ പ്ലാവ് ഉണ്ട് വലിയ ഹൈറ്റിൽ പോകുന്നതൊക്കെ. ചക്ക ഇങ്ങനെ നോക്കി നിൽക്കാമെന്നല്ലാണ്ട് ചക്ക ഇടാനുള്ള ഒരു കിട്ടാനുള്ളൊരു ചാൻസും ഇല്ല. അപ്പം ഹൈറ്റിൽ പോവാത്ത ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് എന്തുകൊണ്ടും കുറച്ച് ഇനിയുള്ള കാലത്ത് നല്ലതെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ 4 ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ അപ്പുറത്ത് വേറെയുണ്ട്. പിന്നെ നമ്മളെ വീടിൻ്റെ ഈ ഒരു ഭാഗം കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ മുമ്പ് എപ്പോഴോ നമ്മുടെ വീടിൻ്റെ പണി നടക്കുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഭാഗം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. എപ്പോഴും അപ്പുറത്തെ ഭാഗത്തു നിന്നാണ് ഞാൻ വീഡിയോ എടുക്കാറ്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഫാമിലി ഏരിയ ആണ് ഈ ഒരു ഭാഗം. പുല്ലും ലോണൊക്കെ ഉള്ള അങ്ങനത്തെ. പിന്നെ നമ്മുടെ ഗാർഡനിൽ ഊഞ്ഞാലൊക്കെ വരാനുണ്ട്. ഇൻഷാ അല്ലാ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ പുല്ലൊക്കെ ഇങ്ങനെ വളർന്ന് എല്ലാ തരം പുല്ലുകളും വന്നിട്ടുണ്ട്. അതൊക്കെ പറിക്കണം. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ കള പറിച്ചെടുക്കുന്നുണ്ട്, പക്ഷെ എന്നാലും അതിനുള്ള സമയം കിട്ടുന്നില്ല. അപ്പം അത് എടുക്കുന്ന എന്തെങ്കിലും മെഷീൻസ് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്ക് താഴെ കമൻസിലൊന്ന് പറയൂ കേട്ടോ. ഈ പുല്ല് ട്രിം ചെയ്യണ മെഷീൻസ് എന്തെങ്കിലും ഇറങ്ങിയിട്ടുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ നമ്മളുടെ ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതുണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് വളരുകയാണ്. പുല്ലിനിടയിൽ കൂടെ നമ്മളെ കള വലുതായിട്ട് വരും. അങ്ങനെ തന്നെയല്ല പറയുക, അതിൻ്റെ പേര് കള എന്ന് തന്നെയല്ല പറയുക. മറ്റേ പുല്ലില്ലേ, നമ്മൾ വെച്ച പുല്ലല്ലാത്ത മറ്റേ വേറെ തരം പുല്ലുകളെല്ലാം കൂടി വളരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം. സമയം കിട്ടുന്നില്ല, എന്നാലും സമയം കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതൊക്കെ തന്നെയാണ് പണി. അതുപോലെ തന്നെ ഇലകൾ പെറുക്കാനുള്ള ഒരു ചൂല് ആരൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് വാങ്ങിക്കണം. അതായത് ഇങ്ങനെ മാന്തി പോലത്തെ, പുറം മാന്തുന്ന സാധനം പോലത്തെ ഒരു ഇതുണ്ടല്ലോ ചൂല്, അത് കണ്ടോ നല്ലോണം ഇലകളുണ്ട്. ഇനി പൊറുക്കാൻ വന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ച് വരാൻ പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകണം, ചായ ഉണ്ടാക്കാൻ പോകണം. ഇനി അകത്തേക്ക് പോട്ടെ കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോസിൽ ഞാൻ അടുത്തൊന്നും നമ്മുടെ മുറ്റത്തെ വ്യൂ ഇതുപോലെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ സ്റ്റാൻഡൊക്കെ വെച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷേ എന്താ പറയുക, എവിടെ നിന്ന് എടുക്കണം, എവിടെ നിന്ന് അവസാനിപ്പിക്കണം എന്നുള്ള കൺഫ്യൂഷനായിപ്പോയി. രാവിലെ നമുക്കൊരു ഉറക്കമൂടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് കുറച്ചുകൂടെ വീഡിയോസ് എടുക്കാമായിരുന്നു പുറത്തു നിന്ന്. പക്ഷേ ആ സമയത്ത് ഉണ്ടല്ലോ നമ്മൾ
വിചാരിക്കും വേണ്ട പോയി കിടന്നുറങ്ങിയാലോ എന്നുള്ള. കുറച്ച് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കിടന്നുറങ്ങല്ലേ, അപ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ വീഡിയോ എടുത്ത് ഇറക്കുമ്പോൾ രസമില്ലല്ലോ. അങ്ങനെ ഇനി കിച്ചണിലോട്ട് പോകണം. സത്യം പറയണമെങ്കിൽ ഈ രാവിലെ നമ്മൾ എണീറ്റ് സുബിയൊക്കെ കഴിഞ്ഞിട്ട് നേരം വെളുക്കുമല്ലേ, അത് കഴിഞ്ഞിട്ടുണ്ടൊരു ഉറക്കം, അത് ഭയങ്കര രസമാണ്. പക്ഷേ എനിക്കങ്ങനെ ഉറങ്ങാൻ പറ്റാറില്ല. ഞാൻ പണ്ടൊക്കെ നല്ലോണം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ചിലപ്പോൾ അതിങ്ങനെ ആലോചിക്കും, എന്ത് രസമുണ്ടായിരുന്നു ഒരു 11 മണി 12 മണിയൊക്കെ വരെ കിടന്നുറങ്ങാം. അങ്ങോട്ട് വേഗം പോയിട്ട്, അന്ന് UAE-ലായിരുന്നു കേട്ടോ. അപ്പോൾ 12 മണിക്കൊക്കെ ആയിരിക്കും നേരെ പോയിട്ട് കിച്ചണിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കും തട്ടിക്കൂട്ടിയിട്ട്. അങ്ങനെ അതായത് റീനൊക്കെ ഉള്ള സമയത്ത് കേട്ടോ. റോസൊക്കെ ജനിച്ചതിന് ശേഷം പിന്നെയും ബിസി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നീർദോശ ഉണ്ടാക്കാനാണ് പ്ലാന്. അതും അടുപ്പ് കത്തിക്കുന്നില്ല. നമുക്ക് ക്ലീനിങ് ടീംസ് ഉണ്ട് ഇവിടെ. തലേ ദിവസം ക്ലീനിങ് ടീംസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഇതിന് ശേഷം കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളുടെ ക്ലീനിങ് ടീംസിലെ ക്ലീനിങ് പരിപാടികൾ കണ്ടിട്ട് ഞാൻ തലേ ദിവസം ചെയ്തതിൻ്റെ കാണിച്ചു തരാം കേട്ടോ. എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു ഫ്ലോ പോയിപ്പോവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം തലേ ദിവസം ക്ലീനിങ് ടീംസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത്. നമ്മളെ വീട് ഡീപ്പ് ക്ലീനിങ്ങിനായിട്ട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസമാണ് ഡീപ്പ് ക്ലീനിങ്ങിന് നമ്മൾ ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എല്ലാ തരം വർക്കേഴ്സും നമ്മുടെ വീട്ടിലുണ്ടായതുകൊണ്ട് തന്നെ ഇവർക്ക് ഡീപ്പ് ക്ലീനിങ് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് കുറച്ച് മാത്രം ചെയ്തിട്ട് പിന്നെ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ഇപ്പോഴാണ് ചെയ്യുന്നത്. ആ ടീം തന്നെയാണ് ചെയ്തു തരുന്നത് കേട്ടോ. ശരിക്കും അന്ന് നമ്മൾ അത്യാവശ്യം നമുക്ക് പൊടികളൊക്കെ ഉണ്ടാവില്ല വീട്ടിൽ. 5 വർഷമായി പണി നടക്കുന്ന വീടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പൊടികളൊക്കെ കംപ്ലീറ്റ് കളയാന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ടീംസ് തന്നെ വേണ്ടി വരും. അപ്പോൾ അവരന്ന് അത്യാവശ്യം ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് ഞാൻ തന്നെയാണ് പറഞ്ഞത് ഇപ്പം ചെയ്യേണ്ട, കാരണം എല്ലാ വർക്കേഴ്സും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവർ ക്ലീൻ ചെയ്യുമ്പം അന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തന്നെ ഒരു സങ്കടം, കാരണം അവർ ക്ലീനാക്കും അപ്പുറത്ത് വൃത്തിയിടാക്കും അങ്ങനെ. അപ്പം ഇപ്പോഴാണെങ്കിൽ നമ്മളൊന്ന് സെറ്റായി, ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം ഈ ക്ലീനിങ് കൂടി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ സാധനങ്ങളൊക്കെ സെറ്റാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ സമയത്ത് അവരെ വിളിച്ചത്. പിന്നെ അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ നമ്മൾ കുറച്ച് പേര് വിളിക്കണേക്കാൾ നല്ല ഇങ്ങനെ ഒരു ടീമിനെ മൊത്തത്തിൽ വിളിക്കുന്നതാണ്. ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണല്ലോ. ക്ലീനിങ് ടീംസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ടീമുണ്ടാവും. ഇത് YFM ക്ലീനിങ് സർവീസാണ് നമുക്ക് ഈ ഒരു പരിപാടികളൊക്കെ ചെയ്തു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവരുടെ എന്താ പറയുക, ക്ലീനിങ് പരിപാടിയിൽ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം അവർ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നീർദോശ ഉണ്ടാക്കട്ടെ. ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നീർദോശ ഉണ്ടാക്കാനൊരു ഇഷ്ടം കൂടിയുണ്ട്. ഒന്ന് സ്റ്റൗവിലാണ് ഉണ്ടാക്കുന്നത്. അടുപ്പ് കത്തിക്കുന്നില്ലെന്ന്, കാരണം ഇന്ന് കിച്ചണിലാണ് ഇന്ന് ക്ലീനിങ് വരുന്നത്. തലേ ദിവസം വന്നിട്ട് അവർ മേലെ മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു, യൂട്ടിലിറ്റി അടക്കം. അപ്പോൾ ഇന്ന് നീർദോശ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അതിനും കൂടിയാണ് ഞാൻ നേരത്തെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. കാരണം ക്ലീനിങ് ടീംസ് കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഉച്ചത്തേക്കുള്ള ഫുഡ് പുറത്തുനിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ദോശ, പിന്നെ തലേ ദിവസം രാത്രി ഞാൻ മീൻ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ബാക്കിയുണ്ട്. അതെനിക്ക്, ഇക്കാക്ക് ബുൾസൈ, പിന്നെ കുറച്ച് മീൻ കറിയും ബാക്കിയുണ്ട് കേട്ടോ. എല്ലാം കൂടി കണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിലാക്കാമെന്ന് വിചാരിച്ചു. എന്നും ഇങ്ങനെ കടലക്കറിയും ചട്നിയൊക്കെ ആയാൽ ശരിയാവില്ലല്ലോ. എപ്പോഴെങ്കിലുമൊക്കെ ബാക്കിയുള്ള വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ തലേ ദിവസം ഉണ്ടല്ലോ ഈ ചിക്കൻ കറിയും ഫിഷ് കറിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ദോശ പുട്ടൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. കാരണം കറി ഉണ്ടല്ലോ, ഇനിയിപ്പം ആ ഒരു കടി മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ അല്ലേ. മിക്ക ലേഡീസും അങ്ങനെ തന്നെ ആയിരിക്കും. ഇവിടെ എനിക്കും മക്കൾക്കും ഇനിയിപ്പോൾ പഞ്ചസാര ആയാലും കുഴപ്പമില്ല, മക്കൾക്ക് കറി ഇഷ്ടമാണ്. പക്ഷെ എന്നാലും ഞങ്ങൾ മാത്രമാണെങ്കിൽ ഞാൻ ചിലപ്പം ചോറിൻ്റെ കൂടെ മുട്ടയും പൊരിച്ച് കൊടുക്കും. പക്ഷെ ഇവിടെ ഇക്കാക്ക് അതൊന്നും പറ്റില്ല. കറിയും ഉപ്പേരിയും അതും ഇതും എല്ലാം വേണം. അപ്പോൾ പണ്ടൊക്കെ ഞങ്ങൾ UAE-ലൊക്കെ ഒറ്റയ്ക്കാവുന്ന സമയത്ത് ഇക്ക ഓഫീസിൽ പോകുന്ന സമയത്തൊക്കെ മുട്ട വെളിച്ചെണ്ണ ഉപ്പൊക്കെ കൂട്ടിയിട്ട് അങ്ങനെയൊക്കെ കഴിക്കും കേട്ടോ. ഇപ്പോൾ അതൊക്കെ കഴിച്ച കാലം മറന്നു, കാരണം ഇപ്പോൾ കറി ഇല്ലാണ്ട് ആരും ഒന്നും കഴിക്കാണ്ടായിപ്പോയി. അപ്പോൾ ഇനിയിപ്പം ദോശ ഒഴിക്കുന്നു. ശരിക്കും നമ്മൾ ദോശ ഈ എന്താ പറയുക സ്റ്റൗവിലുണ്ടാക്കുന്നതും അടുപ്പത്ത് ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആട്ടോ. അതിപ്പം ഇന്നിപ്പോൾ കുറേ നാൾക്ക് ശേഷം ദോശ അടുപ്പത്തുണ്ടാക്കിയപ്പോൾ സ്റ്റൗവിലുണ്ടാക്കിയപ്പം ആ ഒരു ടേസ്റ്റ് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇക്കാക്ക് ഡബിൾ ബുൾസൈ, എനിക്ക് സിംഗിൾ ബുൾസൈ. കാരണം എന്താ പറയുക, എനിക്ക് മീൻ കറിയും മീൻ ഫ്രൈയും ഉണ്ട് കേട്ടോ. പിന്നെ ക്ലീനിങ് ആയതുകൊണ്ട് തന്നെ ഉമ്മ നാത്തൂൻ്റെ വീട്ടിലാണ്. പിന്നെ മക്കളെല്ലാവരും ഇപ്പോൾ കിടന്നുറങ്ങുകയാണ്. ഒരു റൂമിൽ എല്ലാവരും കൂടി കിടന്നുറങ്ങുന്നുണ്ട്. മക്കളെ എൻ്റെ വീട്ടിലാക്കണം എന്ന് വിചാരിച്ചായിരുന്നു,
ക്ലീനിങ് ആയതുകൊണ്ട് തന്നെ. പക്ഷേ ഇന്നലെ വൈകുന്നേരം ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവരെല്ലാവരും കൊണ്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ ഇരുന്നുണ്ട്. കുട്ടികളൊക്കെ പുറത്ത് കളിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് കട്ടൻ ചായ ഉണ്ടാക്കിയത്. അപ്പോൾ നോക്കുമ്പോൾ റുക്യാമ്മ വന്നിട്ടുണ്ടായിരുന്നു. അവൾ പറയേണ്ട തന്നെ മുറ്റടിച്ച് വരുന്നുണ്ട്. പിന്നെ ക്ലീനിങ് ടീംസ് വന്നിട്ട് മുറ്റം അടിച്ച് വരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുറ്റം ഒന്ന് ക്ലീൻ ആക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാണ്ട് ക്ലീൻ ആക്കാൻ പറഞ്ഞില്ല. അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസത്തെ ക്ലീനിങ് വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. ആരും കണ്ടിന്യൂഷൻ മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ രണ്ടാമത്തെ ദിവസം കിച്ചണിലോട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. കിച്ചണ്, പിന്നെ താഴത്തെ ഒരു ബെഡ്റൂം, പിന്നെ ഹാള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. ഫസ്റ്റ് ദിവസം മേലെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മേലെയും താഴത്തെ 2 റൂംസും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലീനിങ് ടീംസിൻ്റെ പേര് YFM എന്നാണ്. YFM ക്ലീനിങ് സർവീസാണ് കേട്ടോ. ഞാൻ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുക്കാം. ഇവരിപ്പോൾ ഞാനിപ്പോൾ 3ാമത്തെ തവണയാണ് നമ്മുടെ വീടിൻ്റെ ആവശ്യങ്ങളായിട്ട്. ഫസ്റ്റത്തെ പ്രാവശ്യം ഫ്ലാറ്റിൽ വന്നിട്ടായിരുന്നു അവർ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുടിയിരിക്കലിൻ്റെ തലേ ദിവസം അതും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 3ാമത്തെ ദിവസമാണ് കേട്ടോ. ഇവരെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കാൻ കാരണം വേറെ ഒന്നുമല്ല, ഭയങ്കര ആത്മാർത്ഥമായിട്ട് അവർ പണിയെടുക്കുന്നുണ്ട്. അത് ഫസ്റ്റത്തെ പ്രാവശ്യം കൊളാബറേഷൻ ആയിരുന്നു, അതുകൊണ്ട് പറയുന്നതല്ല. എനിക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് എല്ലാവരും നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്, വെറുതെ ഇരിക്കുന്നില്ല. പിന്നെ ചെയ്യുന്നതാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. നമുക്കൊരു പൊടി പോലും അവിടെ എത്ര നോക്കിയാലും കാണാൻ പറ്റില്ല, അത്രയും നല്ല വൃത്തിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ 1 മാസമല്ലേ ആയിട്ടുള്ളൂ കൂടിയിരുന്നിട്ട്, എന്നിട്ട് പോലും അവിടെ കുരച്ച് ഞാൻ പിന്നെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ല. കാരണം അവരുടെ ക്ലീനിങ്ങിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. അത്രയും ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ക്ലീൻ ചെയ്യും. അങ്ങനെ പിന്നെ കബോർഡൊന്നും അകത്തൊന്നും പാത്രങ്ങൾ എടുത്തിട്ട് ക്ലീൻ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം അതൊക്കെ ഞാൻ ഓരോന്നും ഇപ്പോഴല്ലേ വെച്ചത് പാത്രങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വെറുതെ അത് ക്ലീൻ ചെയ്യണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കി മൊത്തത്തിൽ എല്ലാതും ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ട് നമ്മൾ മുറ്റത്ത് അതും ചെയ്തിട്ടില്ല. ഇത് ഇൻ്റർലോക്കിൻ്റെ മുറ്റം ലാൻഡ്സ്കേപ്പിംഗ് ഒന്ന് ക്ലീൻ, ലാൻഡ്സ്കേപ്പിംഗ് അല്ല, ഇൻ്റർലോക്ക് നാച്ചുറൽ സ്റ്റോൺ ഒന്ന് ക്ലീൻ ചെയ്യാണ്ടല്ലോ പ്രഷർ പമ്പ് വെച്ചിട്ട്, അതും ചെയ്തിട്ടില്ല. അതിൽ നിന്ന് വെള്ളം വന്നതിന് ശേഷം വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മളെ കിച്ചണിലാണ് ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നത്. പിന്നെ അപ്പം മക്കൾ ഹാളിൽ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഹാളൊക്കെ ഇനിയിപ്പം ലാസ്റ്റാണ് ക്ലീൻ ചെയ്ത് പോകുന്നത്. കാരണം ഹാൾ ഫസ്റ്റ് തന്നെ ക്ലീൻ ചെയ്താൽ പിന്നെ വീണ്ടും അവിടെ വൃത്തിയേടാവും. പിന്നെ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസമല്ലേ ആയിട്ടുള്ളൂ, അപ്പോഴേക്കും ഫാൻമേലൊക്കെ നന്നായിട്ട് പൊടിയുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ മെയിൻ്റനൻസ് ഏത് വീടാണെങ്കിലും മെയിൻ്റനൻസ് നമ്മൾ നല്ല രീതിയിൽ ചെയ്തില്ല എന്നാണെങ്കിൽ വീട് കുറേ കാലമൊന്നും നിൽക്കില്ല. അപ്പോൾ എപ്പോഴും നമ്മളത് ശ്രദ്ധിക്കണം. ഇത് നമ്മൾ കാലിക്കറ്റ് പോയപ്പോഴേ അവിടുന്ന് വാങ്ങിച്ചതാണ്. അതായത് നമ്മൾ പെയിൻറ്റ് കൊടുക്കും, കളർ കൊടുത്തിട്ട് നമുക്ക് റബ്ബ് ചെയ്യാൻ പറ്റും. ഒരു സ്പോഞ്ചും കൂടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കേട്ടോ. പക്ഷേ ഇവിടെ രസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെയിൻറ്റ് ഈ കളറ് ഇനിയിപ്പോൾ ചുമരുമ്മൽ വരയ്ക്കുകയാണെങ്കിൽ റബ്ബ് ചെയ്യാൻ പറ്റും അത്രേ. പക്ഷേ ഇവിടെ രസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ കയ്യിൽ മൊത്തം അത് പറ്റി പിടിച്ചിട്ടുണ്ട്. കൈ മൊത്തം കളറായിട്ടുണ്ട്. അവൾ കൈ കൊണ്ടാണ് റബ്ബ് ചെയ്യണത്. എനിക്കറിയില്ല എന്താ ചെയ്തതെന്നുള്ളത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ തലേ ദിവസം യൂട്ടിലിറ്റി ക്ലീൻ ആക്കിയപ്പോൾ കുറേ ആക്രി സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ടീമിനെയും കൂടി വിളിച്ച്, അങ്ങനെ ആകുമ്പോൾ അവിടെയും കൂടി വൃത്തിയാവുമല്ലോ. മറ്റേത് ഇതെല്ലാം നമ്മൾ പുറത്ത് ഡംപ് ചെയ്യുന്നത്, എന്നിട്ട് പിന്നെ മഴ പെയ്യും, പിന്നെ അതവിടെ കേടായി പോവും. അപ്പോൾ അവരെയും കൂടി വിളിച്ചിട്ട് അവിടെയും കൂടി ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. അവർ കുറേ സാധനങ്ങളൊക്കെ പെട്ടിയിലാക്കി കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇനി നമുക്ക് തലേ ദിവസത്തെ ക്ലീനിങ് പരിപാടികൾ കാണാം. അപ്പോൾ തലേ ദിവസം രാവിലെ തന്നെ ഒരു ഏകദേശം 9 മണിക്ക് അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. YFM ക്ലീനിങ് സർവീസിൻ്റെ ടീമുകൾ ഒരു 9-10 ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ വർക്കേഴ്സ് മാത്രമല്ല വരിക, വർക്കേഴ്സിൻ്റെ കൂടെ അവരുടെ ടീമിൽ നിന്ന് വർക്ക് നല്ല രീതിയിലാണോ കൊണ്ടു നടക്കുന്നത്, അല്ലെങ്കിൽ അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാനും അവരുടെ ടീമിൽ നിന്ന് 1-2 പേര് വരും കേട്ടോ. അപ്പം അവർക്ക് എങ്ങനെയൊക്കെയോ വർക്ക് പറഞ്ഞു കൊടുക്കുക. ആദ്യം നമ്മളെ വീട്ടിൽ അവർ വന്നിട്ടൊന്ന് സൈറ്റ് വിസിറ്റ് നടത്തും. എന്നിട്ട് എന്തൊക്കെയാണ് പണികളാണെന്നുള്ളത് അവരൊന്ന് ഒരു ചാർട്ടൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് അവരെ വർക്കുകളും പ്ലാൻസൊക്കെ പോകുന്നത് കേട്ടോ. അല്ലാണ്ട് ജസ്റ്റ് വന്നിട്ട് അങ്ങോട്ട് ക്ലീനാക്കി പോകുന്നതല്ല. അപ്പോൾ ആദ്യം നമ്മൾ വീട്ടിൽ വന്നിട്ട് എവിടെയാണോ എത്ര വർക്ക് ഉണ്ട്, എത്ര കാര്യങ്ങൾ, എത്ര റൂംസ് ചെയ്യാണ്ട് എങ്ങനെയൊക്കെ ഉണ്ടത് ഒരു പ്ലാൻ റെഡിയാക്കും. എന്നിട്ട് അതിന് ശേഷമാണ് പിന്നെ അവർ ടീം വന്നിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു യൂട്ടിലിറ്റി ഏരിയയാണ് എൻ്റെ വലിയൊരു ടാസ്ക്. കാരണം ബാക്കി എല്ലായിടത്തും എൻ്റെ കയ്യെത്തും, ഇവിടേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ വീട് പൊളിച്ചപ്പോൾ ഉള്ള സാധനങ്ങളും ഞങ്ങൾ UAE നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളും പിന്നെ ഇപ്പോൾ ഫ്ലാറ്റിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളും എല്ലാം കൂടി, പിന്നെ പണിക്കാരെ കുറേ നമ്മൾ സാധനങ്ങൾ പണി തീർന്നിട്ട് കുറേ ബാക്കിയുള്ള സാധനങ്ങൾ ഉണ്ടാവില്ലേ, എല്ലാതും കൂടി ഇവിടെയാണ് കിടക്കുന്നത്. അപ്പം അതെല്ലാതും കൂടി ഒന്ന് അറേഞ്ച് ചെയ്യണം. അങ്ങനെ അപ്പോൾ ആദ്യം നമുക്ക് യൂട്ടിലിറ്റിൻ്റെ പുറത്തുള്ള സ്ഥലം ഒന്ന് ക്ലീൻ ആക്കണം.
അതിന് ശേഷം ഇതെല്ലാം കൂടി പുറത്തേക്ക് എടുക്കണം. അപ്പോൾ നോക്കിയപ്പോഴോ എൻ്റെ ഡ്രസ്സ് ഉണ്ടല്ലോ, യു എന്ന് കൊണ്ടുവന്ന ഡ്രസ്സ് എല്ലാം കൂടി കുറേ കാലമായിട്ട് അവിടെ കിടന്നിട്ട് ഒക്കെ ഒരുമാതിരി മണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു വലിയ ഡ്രമ്മിൽ വെള്ളമൊക്കെ എടുത്തിട്ട് അതിലോട്ടെല്ലാം ലിക്വിഡ് ഇട്ടിട്ട് കഴുകി അവിടെ തന്നെ ഞാൻ ഉണക്കാൻ വെച്ചു. അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ പണികളൊന്നും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് സുഖമാണല്ലോ, കാരണം ഇവർ ഓൾറെഡി അവിടെ ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഡ്രസ്സും കൂടി അതിൻ്റെ കൂടെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ പണികളും നോക്കുന്നുണ്ട്. ഇത് റോസിൻ്റെ റൂമാണ്. റോസ് എന്തൊക്കെയോ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ കുത്തി നിറച്ചിരിക്കണം. അതൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ബെഡൊക്കെ എടുത്തിട്ട് മാട്രസൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് കട്ടിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നതാണ്. ഇങ്ങനത്തെ പണികളൊക്കെ വലിയ ടാസ്ക് കേട്ടോ. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇവരെ മാസത്തിലൊരിക്കലെങ്കിലും ഡീപ്പ് ക്ലീനിങ്ങിനായിട്ട് അറേഞ്ച് ആക്കിയാലോ. അങ്ങനെ വർഷത്തിൽ ഇയർലി ഉള്ള എന്താ പറയുക പ്ലാനുകളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ അതായത് മാസത്തിലൊരിക്കൽ ചെയ്യാൻ അല്ലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യം ചെയ്യാൻ അങ്ങനെയൊക്കെയുള്ള പ്ലാനുകളുണ്ട്. അപ്പം ഇയർലി ഉണ്ട്, മന്ത്ലി ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇവർക്ക്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ഞാൻ നമ്പർ കൊടുക്കുക, അതിൽ കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ യൂട്ടിലിറ്റി കാണാത്ത കുറേ ആൾക്കാരുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതൊന്നുകൊണ്ട് വൃത്തിയായിക്കോട്ടെ. വൃത്തിയാവുന്നതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കാണിച്ചു തരാം കേട്ടോ. വല്ലാണ്ട് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ആകെ ഒരു മടുപ്പാവും, കാരണം അത്രയും കലവിലായിട്ട് കിടപ്പുണ്ട് നമ്മുടെ യൂട്ടിലിറ്റി. പിന്നെ നമ്മൾ ഈ മാട്രസിൻ്റെ കോട്ടുണ്ടല്ലോ, കട്ടിലിൻ്റെ അവിടെ ഒന്നും നമ്മൾ കുടിക്കലന്ന് ക്ലീൻ ആക്കിയിട്ടില്ല. കാരണം പെട്ടെന്നായതുകൊണ്ട് തന്നെ ഹറിബറിയിലായതുകൊണ്ട് തന്നെ വേഗം മാട്രസ് മേലെ ഇട്ടതാണ്. അപ്പോൾ ഇപ്പോഴാണ് ക്ലീൻ ചെയ്യുന്നത്. ഇപ്പം അവർ നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീനാക്കി നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ബാത്റൂമൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീനാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് നമ്മളെ ഹൗസ് വാമിങ് കഴിഞ്ഞ രീതിയിലുള്ള വീടായത്. ഇതുവരേക്കും നമ്മൾ ആ ഒരു ഹറിബറിയിലുള്ളല്ലേ. പിന്നെ എനിക്കാണെങ്കിൽ ഇവിടെ ഒന്നും നമ്മൾ ഒരാൾ മാത്രം വിചാരിച്ചൊന്നും നടക്കില്ല. എൻ്റെ യൂട്ടിലിറ്റി കണ്ടില്ലേ, ഫുള്ള് സാധനങ്ങൾ ഡംപ് ചെയ്ത് എല്ലാം കൂടിയിട്ട് കുറേ സാധനം പുറത്തേക്ക് ഇട്ടു, കുറേ വേസ്റ്റ് ഇങ്ങോട്ടേക്ക് ഇട്ടു, അങ്ങോട്ടേക്ക് ഇട്ടു. ഇതായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ കുറേ ആക്രി അവരെ ടീമിനെ വിളിച്ചതൊക്കെ. അപ്പോൾ അത് ഇതിന് ശേഷമാണ് കേട്ടോ വിളിച്ചത്. ഇതിന് മുമ്പുള്ള ദിവസത്തെയാണ് കേട്ടോ. പിന്നെ റുക്കിയാമ്മയുടെ ചോറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, മീൻ ഫ്രൈ ആക്കുന്നുണ്ട്. ഇനി കറി കുറേ നേരം എന്നോട് ചോദിക്കുന്നത് കറി എന്തെങ്കിലും ഉണ്ടാക്കണം. അങ്ങനെ അവസാനം അവൾ തന്നെ ഉണ്ടാക്കി വെണ്ടക്ക കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഞങ്ങൾക്ക് കൂട്ടാനുള്ള സംഭവങ്ങളായി. ഞാനിന്ന് അടുക്കളയൊക്കെ കയറിയിട്ടേ ഇല്ല കേട്ടോ, എല്ലാം റുക്കിയാമ്മൂനാണ് ആക്കിയിട്ടുള്ളത്. കാരണം ഞാൻ ഇവരെ കൂടെ യൂട്ടിലിറ്റി ക്ലീൻ ആക്കാൻ പോയതായിരുന്നു. കാരണം എന്നാലല്ലേ എനിക്കിപ്പം എന്താ പറയുക എവിടെ വെക്കേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്താലേ നമുക്ക് അവരെ കൂടെ നിന്നാൽ നമുക്കൊരു സമാധാനത്തിലെല്ലാം സെറ്റായി കിട്ടുള്ളൂ. ഓക്കെ, ശരിക്കും എന്താ പറയുക, എനിക്ക് യൂട്ടിലിറ്റി ക്ലീൻ ആക്കിയാണ് എനിക്കിപ്പോൾ ഈ ഒരു ക്ലീനിങ്ങിൽ ഏറ്റവും എനിക്ക് ഇഷ്ടമായ ഒരു കാര്യം. വലിയൊരു ടാസ്ക്കായിരുന്നു. വർഷങ്ങളായിട്ട് അവിടെ കെട്ടിക്കിടക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇന്ന് ഒഴിവാക്കിയത്. പിന്നെ ബാത്റൂംസൊക്കെ ആരൊക്കെ ചോദിച്ചിരുന്നു, ബാത്റൂംസൊക്കെ വീഡിയോസിൽ നന്നായിട്ടൊന്ന് കാണിക്കാനൊക്കെ. ഞങ്ങൾ ബാത്റൂമിൽ മാറ്റ് ഫിനിഷിൻ്റെ ടൈലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ മാറ്റ് ഫിനിഷ് ടൈൽ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാറ്റിൻ മാറ്റ് അല്ലെങ്കിൽ ബേബി മാറ്റ്, അതാണ് തോന്നുന്നു അതിൻ്റെ പേര്, അത് രണ്ടും യൂസ് ചെയ്യുക. മാക്സിമം മാറ്റ് ഫിനിഷ് യൂസ് ചെയ്യാണ്ടിരിക്കുക. മാറ്റ് ഫിനിഷ് ടൈൽ ഭയങ്കര പാടാണ് ക്ലീനിങ്ങിന് കേട്ടോ. ഒരു കാലിൻ്റെ അടയാളം ഒന്ന് കാല് വെച്ചാൽ അവിടെ അടയാളം വന്ന്. അപ്പോൾ ബാത്റൂമിൽ തേക്കാണ്ടിരിക്കാൻ മാറ്റ് ഫിനിഷാണ് നല്ലത്. പക്ഷേ ഭയങ്കര പാടാണ് ക്ലീൻ ആക്കാൻ. ഞങ്ങൾ ആകെ പെട്ടുപോയി കിടക്കുകയാണ്. 5 ബാത്റൂമിലും മാറ്റ് ഫിനിഷാണ്, കൂടാണ്ട് പുറത്തെ ബാത്റൂമിലും മാറ്റ് ഫിനിഷാണ് വെച്ചിട്ടുള്ളത്. അപ്പം ബാത്റൂമിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഇപ്പോൾ മക്കളും മിക്കും എല്ലാവരും കൂടി റൂമിൽ അത് ഡംപ് ചെയ്ത് കിടക്കുന്നുണ്ട് അവിടെ. അവർക്ക് പിന്നെ ഒന്നും അറിയണ്ടല്ലോ. അയ്യോ ഞാനിവരെ കൂടെ മേലേക്ക് ഇറങ്ങുന്നു, താഴേക്ക് ഇറങ്ങുന്നു, അങ്ങനെ താഴേക്ക് ഇറങ്ങുന്നു, മേലേക്ക് ഇറങ്ങുന്നു, അങ്ങനെ ഓടി നടക്കുകയായിരുന്നു അന്നൊരു ദിവസം. ഫുള്ള് തലവേദന പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. എന്നാലും ഒരു സമാധാനം എന്ന് വെച്ചാൽ വീട് ക്ലീനായി, അതായത് മേലത്തെ ഭാഗം ഒന്ന് ക്ലീനായി. ഇനിയിപ്പോൾ അടുത്തൊന്നും ഇത്രയും ക്ലീൻ ആക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അവർ താഴെ എത്തി. മേലത്തെ റൂംസൊക്കെ ക്ലീൻ ആക്കിയിട്ട് പിന്നെ താഴെ ഉമ്മാൻ്റെ റൂമും ഞങ്ങളുടെ റൂമാണ് ക്ലീൻ ആക്കുന്നത്. പിന്നെ കുട്ടികളുടെ റൂം നെക്സ്റ്റ് ഡേ ആക്കുന്നത്. എല്ലാ റൂമും കൂടി ക്ലീൻ ആക്കിയാൽ പിന്നെ അവർക്ക് നമുക്ക് കിടക്കാനുള്ള സ്ഥലം വേണമല്ലോ. ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ എല്ലാം സെറ്റാക്കാനൊക്കെ സമയം പിടിക്കുമല്ലോ. പിന്നെ ഞങ്ങളാണെങ്കിൽ ഇവിടുന്ന് മാറി നിൽക്കുക എന്നുള്ളത് പോസിബിൾ അല്ല, കാരണം ഇവരൊറ്റയ്ക്കല്ലേ ഇവിടെ. അപ്പോൾ നമുക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഒരാൾ വേണം. ഒരാളുടെ സഹായം എന്തായാലും അവർക്ക് വേണ്ടി വരും. അങ്ങനെ ആ ഒരു ക്ലീനിങ് പരിപാടിയാണ് കഴിഞ്ഞിട്ടോ. ഈ 2 ദിവസം കൊണ്ട് നമ്മൾ വീട് മൊത്തത്തിലാണ് ക്ലീനാക്കി. അൽഹംദുലില്ലാ, കയ്യെത്താത്ത ദൂരത്തുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഒക്കെ കുറേ ട്രോളി ബാഗ്സൊക്കെ മേലെ കയറ്റി വെച്ചു. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തു. ഫാനൊക്കെ ഊരി അവർ ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. അതായത് സീലിംഗ് ഫാൻ അല്ലല്ലോ, വാൾ ഫാനല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ
ഊരി ക്ലീനാക്കി വെക്കുന്നുണ്ട്. അതുപോലെ എ സിൻ്റെ ഫിൽറ്റർ അതൊക്കെ ക്ലീനാക്കിയിട്ടുണ്ട്. ഇപ്പം അടുത്ത് വെച്ചതാണ്, എന്നാലും അവർ ക്ലീനാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിന് അല്ലെങ്കിൽ ഇതുപോലത്തെ പേർപ്പസിനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ധൈര്യമായിട്ട് ഇവരെ വിളിക്കാം കേട്ടോ. എനിക്ക് നല്ലതെന്ന് തോന്നുന്ന മാത്രം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നല്ല അടിപൊളിയാണെങ്കിൽ മാത്രം ഇത്രയും കാര്യമായിട്ട് ഞാൻ പറയുള്ളൂ. നല്ല അടിപൊളിയായിട്ട് 3ാമത്തെ തവണ ഞാൻ ഇവരെ വിളിക്കുന്നത്. 3 തവണയും സൂപ്പറായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പം ആവശ്യമുള്ളവർക്ക് ഞാൻ നമ്പറോടെ കൊടുക്കാം. എൻ്റെ യൂട്ടിലിറ്റീൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നേരത്തെ കണ്ട ആ ഒരു റൂമാണോ നോക്കി, ആ ടൈലൊക്കെ എന്തോ ഒരു വൃത്തിയാണത്. വീഡിയോയിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ശരിക്കും പോലെ നല്ല സൂപ്പർ വായിക്കണം. ഒരു പൊടി പോലും കാണുന്നില്ല എവിടെയും. അപ്പോൾ എന്തായാലും ഇന്നൊരു ഹറിബറി വീഡിയോ ആയിരുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമെങ്കിലല്ല എന്തായാലും ലൈക്ക് ആക്കിയിട്ട് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ബൈ.